ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തലയുയർത്തുന്നവനും ആകുന്നു. ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്ന സമയത്ത് അവന് ധാരാളം ശത്രുക്കളുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദാവീദ് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം, നീയോ കർത്താവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തലയുയർത്തുന്നവനുമാകുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 3-ാം സങ്കീർത്തനം. ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയെങ്കിലും അവൻ അത് സുഖകരമായ ഒരിടത്തു നിന്നല്ല എഴുതിയത്. അവനത് കൊട്ടാരത്തിൽ വെച്ച് എഴുതിയ ഒരു സങ്കീർത്തനമല്ല. അവൻ്റെ തലയിൽ കിരീടമില്ല, അവൻ്റെ ഭൃത്യന്മാർ അവന് വീഞ്ഞു കൊണ്ടുവരുന്നില്ല. സങ്കീർത്തനം 3-ന്റെ മുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന കിരീടം ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിനെ ഭയന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു പാട്ട് എന്നാണ്. അതെ, ഈ സങ്കീർത്തനം ദാവീദ് രചിക്കുമ്പോൾ അദ്ദേഹം ഒരു മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യനാണെന്ന് നാം മറന്നു പോകാനായിട്ട് പാടില്ല. ജീവന് വേണ്ടി ഓടുകയാണ്. ഇയാൾ ഒരു രാജാവാണ്. മകൻ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇതൊരു അച്ഛനാണ്. സ്വന്തം മകൻ അവനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യൻ എല്ലാ ഭാഗത്തും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കന്മാർ അദ്ദേഹത്തെ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അവനെ ഉപേക്ഷിച്ചു. ഒരിക്കൽ അവനെ രാജാവേ എന്ന് വിളിച്ചു പറഞ്ഞ ആളുകൾ ഇപ്പോൾ തൻ്റെ മകനെ രാജാവേ എന്ന് വിളിക്കുന്നു. ഈ പ്രയാസത്തിന്റെ മധ്യത്തിൽ, ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവൻ കെട്ടിപ്പടുത്ത എല്ലാത്തിൻ്റെയും അവസാനമായി എന്ന് തോന്നുന്ന ഇടത്ത് ദാവീദ് വായ തുറക്കുകയാണ്. അവൻ പരാതി പറയുന്നില്ല, അവൻ പിറുപിറുക്കുന്നില്ല, അവൻ ദൈവത്തെ ശപിക്കുന്നില്ല. അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ ആരാധിക്കുന്നു, അവൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും ആ സാഹചര്യങ്ങളുടെ നടുവിൽ അവൻ ഉറക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് കാണുവാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തനത്തിൽ 3 തൂണുകളുണ്ട്. ദിവ്യമായ ഒരു സംരക്ഷണം, സമാധാനപരമായ ഒരു ഉറക്കം, ദിവ്യമായ ഒരു പ്രതിരോധം. ദാവീദ് ഇത് 3-നെയും എങ്ങനെ വിലയിരുത്തിയെന്ന് നമുക്ക് നോക്കുവാനായിട്ട് സാധിക്കും. സ്വന്തം മകൻ എതിരായിട്ട് നീങ്ങുമ്പോൾ, സ്വന്തം ഉപദേഷ്ടാക്കന്മാർ ഒറ്റിക്കൊടുക്കുമ്പോൾ, സ്വന്തം ജനങ്ങൾ പരിഹസിക്കുമ്പോൾ, അതായത് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും ഈ കാര്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾക്കെതിരെ എത്ര പേർ ഉയരുന്നു എന്നത് പ്രശ്നമല്ല, അവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന പ്രശ്നമല്ല, മെഡിക്കൽ റിപ്പോർട്ട് എന്ത് പറയുന്നു എന്ന പ്രശ്നമല്ല, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ത് പറയുന്നു എന്ന പ്രശ്നമല്ല, ശത്രു ഇരുട്ടിൽ എന്ത് പദ്ധതി ഇട്ടിരിക്കുന്നു എന്ന പ്രശ്നമല്ല. ദൈവം നമ്മുടെ പരിചയമാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും, നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. അതെ, ദാവീദ് പ്രഖ്യാപിക്കുകയാണ്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വം എൻ്റെ തലയുയർത്തുന്നവനുമാണ്. അതെ, 360 ഡിഗ്രി കവറേജ് നമുക്ക് ദൈവം നൽകുന്നുണ്ട്. ദാവീദ് പറയുകയാണ്, നീ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തലയുയർത്തുന്നവനുമാകുന്നു. അതെ, ശത്രുക്കളുടെ ചെകിട്ടത്തടിക്കുന്ന ദൈവം ദാവീദിനെ ഉയർത്തി മാനിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും.